എന്തോന്നാണെന്ന് ചിക്കൻ കറി വയ്ക്കാൻ പോവുകയാണെന്ന്. ചിക്കൻ കറി വയ്ക്കാൻ പോവുകയാണ്. അത് ചിക്കൻ വാങ്ങിച്ചത് കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എണ്ണ ഒഴിച്ചല്ലേ? എണ്ണ ഒഴിച്ച് നമ്മൾ ചിക്കൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. ചിക്കൻ കറിക്ക് വരുന്നത് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് അരി വെച്ചിരുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഇടാൻ പോവുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ വാട്ടിയെടുക്കാൻ പോകും. നന്നായി വാട്ടിയെടുക്കണം. ബ്രൗൺ കളറാകുന്നത് വരെ വാട്ടിയെടുക്കണം. നേരത്തെ നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. ചിക്കൻ മസാല വരട്ടി നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. ഇപ്പോൾ എണ്ണയാ? ചിക്കനിലോട്ട് പോകും. സവാള അങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ വാട്ടി കൊടുക്കണം. ഇനിയൊന്ന് കളറാകുമ്പോഴത്തേക്ക് വാടിയെന്ന് പറഞ്ഞ് ഇതാക്കി ഇടരുത്. അതിന് വേണ്ടുന്ന മസാലകൾ ചേർക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ചിക്കൻ മസാലയും കൂടെ ഇട്ട് വിരവിക്കാൻ പോവുകയാണ്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തായിരുന്നാ? വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ അതിലിട്ട് വാട്ടി. മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും എന്ന് പറയുമ്പോൾ അതിലെല്ലാം ചേർന്ന് മാറ്റി വെച്ച് പിന്നെ അത് വാടട്ടെ. ഉള്ളി വാടിയാ? പറയാനാണ് പറയുന്നത്. ഉള്ളി വാടിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളി ഏതാണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ചിക്കൻ ഇടാറായല്ലേ? ചിക്കൻ ഇടാറായി. പക്ഷെ ഞാൻ ചിക്കൻ ഇതിലല്ല ഇടുന്നത്. ഞാൻ മൺചട്ടിയിലാണ് ചിക്കൻ വയ്ക്കാൻ പോകുന്നത്. അടുപ്പിൽ വയ്ക്കണം? ആ, ഇതിലിപ്പോൾ വാട്ടി ഇങ്ങനെ ഇടും. നമ്മൾ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല വരട്ടി വെച്ചിരിക്കുന്നത്. എണ്ണ ഇടരുതല്ലേ? എണ്ണ ഇതിലുണ്ടല്ലോ. വിട്ട് അതിൽ നമ്മൾ മസാല വരട്ടി വെച്ചേക്കുന്ന
ചിക്കനുടെയാണ്. മസാല എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും ഇട്ടിട്ടില്ല. ഇതിലേക്ക് വാട്ടി വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും നന്നായി ഇളക്കി. ഇനി മൺചട്ടിയിലാണ് നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ പോകണം. അത് നന്നായി ഇളക്കി അങ്ങ് മൂടിയിടക്കി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളതങ്ങ് അടച്ച് വെച്ചേക്കാം. ഇത് മൂടി വയ്ക്കുന്നില്ലേ? മൂടിയിട്ട് ഞാൻ അതിൽ കിടന്ന് വീഴും. ചിക്കൻ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്കുള്ള മസാലകൾ ഇടണം. മതി. അതിലേക്ക് വേണ്ടുന്ന മുളക് പൊടി എരി അനുസരിച്ച് ഇട്ടാൽ മതി. മുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി ഇടണില്ലേ? അത് ലാസ്റ്റ് ഇട്ടാൽ. പച്ച ഉലുവ ഇട്ടുള്ളൂ. ഉലുവ ഞാൻ പച്ച ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ച ഉലുവ എത്ര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അടച്ച് വയ്ക്കുമോ? അടച്ച് ഒരു തിളപ്പൂടെ തിളച്ചിട്ട് തക്കാളി, ഇളക്കി അടച്ച് വയ്ക്കണം. ഇതിലേക്ക് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഇങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.